അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അജിനാസ്, അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ നിങ്ങളിപ്പോൾ 2 സെഷൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ബ്രേക്ക് ചെയ്യാം. എന്നെ ബ്രേക്ക് ചെയ്യല്ല, ഞാൻ സംസാരിക്കുന്നത് ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉള്ളത് അത് ചോദിക്കാം. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും. ഓക്കെ, ഒരു മടിയും കാണിക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നിങ്ങളെ പ്രിപ്പറേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ടെസ്റ്റ് അനാലിസിസ് സാറ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓരോ എക്സാം കഴിഞ്ഞിട്ടും ആ ഒരു എക്സാമിൽ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് അനാലിസിസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകും. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെ ഡോപ്പാമിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കും കുറച്ച് നേരം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഐസർ പൂനെയിലാണ്. പിന്നെ ഫിസിക്സ് മേജറാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസ് എങ്ങനെ ഫിസിക്സ് എടുത്തിട്ടാണ്. അപ്പോൾ ബേസിക്കലി കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസിൽ ഒരു മെയിൻ കാര്യങ്ങൾ മെയിൻ റിസർച്ചൊക്കെ നടത്തുന്നത് ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് മേജേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മാത്സിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ ബേസിക് ഉണ്ടാക്കിയ ശേഷമാണ് ഈ ഒരു ന്യൂറോ സയൻസിൻ്റെ കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസിൻ്റെ ഫീൽഡിലേക്ക് ചാടുന്നത്. അപ്പോൾ നിങ്ങൾ ഐസറിൽ പോയി കഴിഞ്ഞാൽ മെയിൻലി കാണുന്നത് ഇങ്ങനെ ഭയങ്കര ഇൻ്റർ ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും എനിക്ക് ഡോപ്പാമിൻ എന്താന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയണം. ഹാപ്പി ഹോർമോണോ? ഓക്കെ, അപ്പോൾ ഡോപ്പാമിൻ എന്താ ചെയ്യുന്നത് ബ്രെയിനിൽ? അല്ല, ഒരു കീ വേർഡ് ഉണ്ട്. ഓക്കെ, പ്ലഷർ. അതാണോ പ്ലഷർ എന്ന് വെച്ചാൽ? അപ്പം നിങ്ങൾ പറയുന്നത് ഡോപ്പാമിൻ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്ലഷർ അനുഭവിക്കുന്നത് എന്നുള്ള. പക്ഷേ അതല്ല, അതൊരു ഭയങ്കര കോമൺ മിസ്കൺസെപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു റിസർച്ച് നടന്നിട്ടുണ്ട്, എനിക്കിങ്ങനെ സൈറ്റ് ചെയ്യാനൊന്നും വയ്യ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഡോപ്പാമിൻ എന്ന് പറഞ്ഞ മോളിക്കുലർ സ്ട്രക്ചറാണത്. അപ്പോൾ ഒരു റിസർച്ച് നടന്നിട്ടുണ്ട്. ഒരു റാറ്റിനെ ഒരു കേജിൽ വെച്ചിട്ട് ബേസിക്കലി അതിനൊരു ബ്രെയിനിലൊരു ഇലക്ട്രോഡ് ഉണ്ട്, അതിൻ്റെ ഡോപ്പാമിനർജിക് ന്യൂറോൺസ് എക്സൈറ്റ് ചെയ്യാനുള്ള ഇലക്ട്രോഡ് ഉണ്ട്. അപ്പോൾ ഈ റാറ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലെവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രെയിനിൽ ആ ഡോപ്പാമിനർജിക് ന്യൂറോൺ എന്ത് ചെയ്യും, എക്സൈറ്റ് ചെയ്യും. അപ്പോൾ ഡോപ്പാമിൻ റിലീസ് ചെയ്യും ബ്രെയിനിൽ. അപ്പോൾ ബേസിക്കലി എന്താ ഉണ്ടാവുന്നത്, ഈ റാറ്റ് ഒരു അവറിൽ 2000 തവണയൊക്കെ ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയൊരു എന്താ പറയുക, ഒരു അസംഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റാറ്റിന് ബേസിക്കലി എന്ത് കിട്ടും, പ്ലഷർ കിട്ടും എന്നുള്ളതാണ്. അത് കുറച്ച് കാലം മുന്നേ നടന്ന ഒരു റിസർച്ചാണ്. പിന്നെ ഈ റാറ്റ് ബേസിക്കലി വേറെ ഒന്നും ജീവിതത്തിൽ അതിന് ചെയ്യാനൊരു താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ റാറ്റിന് ജീവിതത്തിൽ വേറെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, ഫുഡില്ല, വെള്ളമില്ല, ഒന്നും വേണ്ട റാറ്റിന്. റാറ്റ് ജസ്റ്റ് പോകുന്നു, ആ ബട്ടൺ അമർത്തുന്നു, തിരിച്ചു വരുന്നു, പിന്നെ അമർത്തുന്നു. അപ്പോൾ റാറ്റിന് ബേസിക്കലി വേണ്ടത് ഡോപ്പാമിൻ മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു അസംഷൻ എന്താ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ ബേസിക്കലി ഇത് ഈ ഒരു ഡോപ്പാമിൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് പ്ലഷർ തരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് കിട്ടിയ ശേഷം ബേസിക്കലി റാറ്റിന് വേറൊന്നും വേണ്ട, അതാണ്. പക്ഷേ വേറൊരു റാറ്റിൻ്റെ ഇപ്പം ഈ ഒരു സംഭവം, ഈ ഒരു മിത്ത് ഡീബങ്ക് ചെയ്തത് വേറൊരു എക്സ്പെരിമെൻ്റാണ്. ഒരു റാറ്റിൻ്റെ ഡോപ്പാമിനർജിക് ന്യൂറോൺസ് ഒക്കെ എന്ത് ചെയ്തു, നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ബ്രെയിനിൽ ഡോപ്പാമിൻ ഉണ്ടാക്കുന്ന ന്യൂറോൺസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ റാറ്റ് എന്ത് ചെയ്തു, ഞാനിപ്പോൾ റാറ്റിൻ്റെ മുന്നിൽ ജസ്റ്റ് ഇവിടെ ഒരു ഫുഡ് വെച്ച് കഴിഞ്ഞാൽ റാറ്റ് ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാനിവിടെ നല്ലൊരു ടേസ്റ്റുള്ള ഫുഡ് വെച്ച് കഴിഞ്ഞാൽ
ലൈക്ക് സപ്പോസ് ഒരു പീസ് ഓഫ് പേസ്ട്രി അല്ലെങ്കിൽ ഒരു കേക്ക് നിങ്ങൾ ആരെങ്കിലും വന്ന് കഴിക്കൂലേ? അല്ലെങ്കിൽ അത് വന്ന് കഴിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഒന്നുമില്ലെങ്കിൽ. കാരണം നമ്മളത് കാണുമ്പോൾ തന്നെ നമ്മളെ വായിൽ അതിൻ്റെ ടേസ്റ്റ് വരും. പിന്നെ നമുക്കത് പോയി കഴിക്കാനുള്ള അതൊരു പ്രീവിയസ് മെമ്മറി വെച്ചിട്ട് നമ്മൾ ന്യൂറൽ പാത്വേസ് വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. അതിൻ്റെ ടേസ്റ്റ് എന്താ? അത് കഴിച്ചാൽ എനിക്ക് സന്തോഷം വരും. അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡിസയർ ഉണ്ടല്ലോ അത് പോയി എടുക്കാനുള്ള ആ ഒരു സംഭവം ഈ റാറ്റിന് ഇല്ല. ഓക്കെ. അപ്പോൾ റാറ്റ് ഒരു മാമലാണല്ലോ. മാമൽസിന് ബേസിക്കലി ഒരു നമ്മൾ ലൈക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ലിപ്സിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നക്കി തുറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. നമുക്കൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു സംഭവം ഈ റാറ്റിനും ഉണ്ട്. ഓക്കെ. മനസ്സിലായോ? ഇപ്പോൾ ഒരു മധുരമുള്ളൊരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റാറ്റിന് പ്ലഷർ വരുന്നുണ്ട്. അപ്പോൾ റാറ്റിന് ലൈക്ക് റാറ്റിനെ പ്ലഷർ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ബ്രെയിനിൽ ഡോപ്പമിനർജിക് ന്യൂറോൺസ് ഇല്ല. അപ്പോൾ ഡോപ്പമിനാണ് പ്ലഷറിൻ്റെ സാധനം? അല്ലല്ലോ. അപ്പോൾ ഡോപ്പമിൻ അല്ലല്ലോ പ്ലഷറിൻ്റെ സാധനം. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഡോപ്പമിൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഗസ് ചെയ്യും. അഡിക്ഷൻ ലൈക്ക് ഒരു ക്രോണിക് സിംറ്റം പോലെയല്ലേ? ലൈക്ക് ഡോപ്പമിൻ എന്തിനാണ് നമ്മുടെ ബ്രെയിനിൽ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തൊരു ബിഹേവിയറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഓക്കെ. ഡിസയർ. സപ്പോസ് എനിക്കൊരു സാധനം ചെയ്യണം. ഇപ്പോൾ ഒരു ഞാൻ പറയാം. സപ്പോസ് ഞാനൊരു കേക്കിൻ്റെ പീസ്, അതാണ് എല്ലാവർക്കും തിന്നാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ബേസിക്കലി അതാണ് നിങ്ങൾക്ക് പറ്റിയ എക്സാമ്പിൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് കാണുന്നത് ജീവിതത്തിൽ. അങ്ങനെ ഒരു മൊമെൻ്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ജനിച്ച് വീണപ്പോൾ തന്നെ കേക്ക് വായിൽ വെച്ചാരും വന്നിട്ടില്ലല്ലോ. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഞാൻ കേക്കിൽ നിന്ന് ഒരു ബൈറ്റ് എടുത്തു. നല്ല ടേസ്റ്റുള്ളൊരു കേക്ക്. ഓക്കെ. ബൈറ്റ് എടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റായി അല്ല? ഓഫ് കോഴ്സ്. അപ്പോൾ എന്തായി? എൻ്റെ ബ്രെയിനിലൊരു ഡോപ്പമിൻ സ്പൈക്ക് വരും. അപ്പോൾ ഈ ഡോപ്പമിൻ സ്പൈക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഇത് നിങ്ങളതിൽ വായിച്ചോ? ഒന്ന് വായിച്ചോ. ഒരു 30 സെക്കൻഡ് ഞാൻ സമയം തരാം. അത് കഴിഞ്ഞാൽ ഞാൻ മാറ്റും. കഴിഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പോൾ ഡോപ്പമിൻ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഡിസയറാണ്, അതൊക്കെയാണ്. പക്ഷേ ഈ ഒരു ടേം കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഓക്കെ. അപ്പോൾ ഡോപ്പമിൻ ബ്രെയിനിൽ റിലീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓക്കെ, അത് ഞാൻ വിട്ടു. ഞാൻ ഈ കാര്യം പറയാം. RP എന്ന് വെച്ചാൽ റിവാർഡ് പ്രഡിക്ഷൻ എറർ എന്ന് പറഞ്ഞൊരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ബ്രെയിനിൽ ഈ ഡോപ്പമിൻ്റെ ബിഹേവിയർ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു സംഭവം. ഓക്കെ. ഇപ്പോൾ നമ്മൾ റിസീവ് ചെയ്ത റിവാർഡിൽ നിന്ന് എക്സ്പെക്റ്റഡ് റിവാർഡ് കുറക്കണം. ഇപ്പോൾ സപ്പോസ് ഞാൻ കേൾക്കുന്ന ഒരു ബൈറ്റ് എടുത്തു. ഓക്കെ. അപ്പം ഞാൻ ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്ന ബൈറ്റ് എടുക്കുന്നത്. അപ്പം എനിക്കെന്തില്ല, ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ല. ഇത് ലൈക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ല. അപ്പം എനിക്ക് എന്ത് കിട്ടും? ഒരു നല്ലൊരു ഫീലിംഗ് പെട്ടെന്ന് കിട്ടും. അത് എക്സ്പെക്റ്റഡ് ആണ്. അപ്പം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു ഭയങ്കര ഹാപ്പി സംഭവം വരുമ്പോൾ നിങ്ങൾ ലൈക്ക് ഭയങ്കര ഒരു ഇൻറ്റൻസിഫൈ ചെയ്തുള്ള എഫക്റ്റ് അല്ലേ വരിക. പിന്നെ ആ സംഭവം നിങ്ങൾ നന്നായിട്ട് ഓർമ്മയും വെക്കൂലേ? ഓക്കെ. നിങ്ങളിപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഫുഡ് ഫസ്റ്റ് ബൈറ്റ് വെച്ച് കടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഭയങ്കര ഒരു ഇൻറ്റൻസ് റിവാർഡ് കിട്ടി. ഇത് നല്ലൊരു ടേസ്റ്റി ഫുഡാണത്. അപ്പം നിങ്ങൾ എന്തൊക്കെ ഓർമ്മ ഉണ്ടാവും? ആ ഫുഡിൻ്റെ ടേസ്റ്റ് ഓർമ്മ ഉണ്ടാവും, നിങ്ങളെവിടെ ഇരുന്നത് ഓർമ്മ ഉണ്ടാവും, നിങ്ങളൊപ്പം ആരാളുള്ളത് ഓർമ്മ ഉണ്ടാവും, നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ, നിങ്ങൾ ഏത് ഹോട്ടലിൽ പോയിട്ട് അത് കഴിച്ചത് അത് ഓർമ്മ ഉണ്ടാവും, എല്ലാം ഓർമ്മ ഉണ്ടാവും. ആ ഫുഡിന് അടുത്ത ബൈറ്റ് എടുക്കാനും നിങ്ങൾക്ക് ടെൻഡൻസി ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബ്രെയിനിൽ പെട്ടെന്ന് വയറാവുകയാണ്. ഭയങ്കര ഒരു എന്താ പറയുക, പെട്ടെന്ന് നിങ്ങളെ ബ്രെയിനിൽ വയറാവുകയാണ് ഈ മൊത്തം മെമ്മറീസ്. ഓക്കെ. അപ്പം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു റിവാർഡ് കിട്ടുമ്പോൾ അവിടെ ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങൾ എവിടെ ഇരുന്നതെന്ന് വരെ ഓർമ്മ ഉണ്ടാവും, എത്ര കാലം കഴിഞ്ഞാലും, അത്ര ടേസ്റ്റുള്ള ഫുഡാണെങ്കിൽ. അപ്പോൾ ഈ RP എന്ന് പറഞ്ഞ സംഭവം
റിസീവഡ് റിവാർഡ് മൈനസ് എക്സ്പെക്റ്റഡ് റിവാർഡ്. എക്സ്പെക്റ്റഡ് റിവാർഡ് ഈ കേസിൽ 0 ആയിരുന്നു. അപ്പോൾ റിസീവഡ് റിവാർഡ് പോസിറ്റീവാണ്. അപ്പോൾ ഈ ആർ പി പോസിറ്റീവ് ആവുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഈ ഒരു പാത്വേ മൊത്തം ഭയങ്കര സ്ട്രെങ്തൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്യൂ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഹോട്ടലിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ ആ ഹോട്ടലിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഓർമ്മ വരും. നിങ്ങൾക്ക് അവിടെ പോയി കേക്ക് കഴിക്കാൻ എന്ത് വരും, ടെൻഡൻസി വരും. കാരണം ഈ പാത്വേസ് ഒക്കെ സ്ട്രെങ്തൻഡ് ആയി ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ശേഷം. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആർ പി വരുമ്പോൾ ഔട്ട്കം എക്സീഡഡ് എക്സ്പെക്റ്റേഷൻ. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് പറയണം. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി ഇനി വേണമെങ്കിൽ നെഹദി പോയി മന്തി കഴിച്ചു ആദ്യമായിട്ട്. ഓക്കെ, എക്സ്പെക്റ്റഡ് അല്ല, നിങ്ങൾ ആരെങ്കിലും ഒരു എക്സ്പീരിയൻസ് എങ്കിലും പറയണം. ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുള്ള, ലൈക്ക് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. എന്തെങ്കിലും ലൈക്ക് ചെറിയ സാധനം, ഒരു ചെറിയ ഹാപ്പിനെസ് ആവും, പക്ഷേ ലൈക്ക് അതിനോട് ചുറ്റുപറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അങ്ങനത്തെ ഒറ്റ എക്സ്പീരിയൻസ് പറയണം, ആരെങ്കിലും ഒരാൾ പറയണം. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഞാൻ വിളിക്കൂട്ടോ. ഞാൻ വിളിക്കണോ? ആ ഓക്കെ. ആ ആ അവിടെ നിന്നപ്പോ 2 ആഴ്ച ഉപ്പുമാവ് കഞ്ഞി, രാവിലെ ഉപ്പുമാവ്, അടുത്ത ദിവസം ഉപ്പുമാവ്, അത് തന്നെ ആകെ ഉണ്ടായിരുന്ന ഹാപ്പിനെസ് അച്ചാറായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന ദിവസം അവിടെ ഒരു ചോറും മീൻകറി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് മീൻകറി അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത ആളാണ്. പക്ഷെ അന്നത്തെ മീൻകറി ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കും. എന്റെ പൂർണ്ണീശ്വര, ഞാൻ അമ്മേന്റെ ഇടയ്ക്ക് ചോദിച്ചു, അത് മേടിച്ച് കട അവിടെ ഞങ്ങൾ വീണ്ടും മീൻകറി മേടിച്ചു. പക്ഷെ അന്നത്തെ ആ ടേസ്റ്റ് ഇല്ല. അന്നത് ആരാ മേടിച്ച, എവിടെന്നാ മേടിച്ച, ആ പാത്രം അവിടെ ഉണ്ടായിരുന്ന എല്ലാരും ഓർമ്മയുണ്ട്. അതിന് ശേഷം കഴിച്ചപ്പോ പിന്നെ ആ ഒരു വൈബില്ലല്ലോ. അതിന്റെ റീസൺ എന്താ? നിങ്ങൾക്ക് 0 ആണ് ആർ പി. ഓക്കെ, കാരണം നീ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു റിവാർഡ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നീ മീൻ കറി കഴിക്കാൻ കാണുന്നു, അപ്പൊ നീ ഫസ്റ്റ് റീഇൻഫോഴ്സ് ചെയ്ത, ലൈക്ക് ഫസ്റ്റ് നിനക്കൊരു പോസിറ്റീവ് ആർ പി വന്നപ്പോൾ റീഇൻഫോഴ്സ് ചെയ്ത ഒരു ആക്ഷനാണ് എന്ത്, അത് വീണ്ടും പോയി കഴിക്കുക എന്നുള്ളത്. പക്ഷെ അതിന് ശേഷം നീ ഇത് കഴിക്കുന്നതിന് മുന്നേ നിനക്ക് ഡോപാമിൻ്റെ സ്പൈക്ക് വരാം. ഇപ്പൊ ഈ നീ പറഞ്ഞല്ലോ ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പ് കാണുമ്പോൾ നിനക്ക് ഡോപാമിൻ്റെ സ്പൈക്ക് വരാം. അവിടെ പോയി കഴിക്കാൻ ആ ഒരു ഡിസയർ, അവിടെ പോയി കഴിക്കാൻ അവിടെ വീണ്ടും. അപ്പോൾ നിനക്ക് റിവാർഡ് എപ്പോഴാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അപ്പോൾ ഡോപാമിൻ്റെ ഒരു ഡിപ്പ് വരും. ഓക്കെ, ആ ഡിപ്പ് വരുമ്പോൾ നിനക്ക് റിവാർഡ് എക്സ്പെക്റ്റഡ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ബേസ് ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ബേസ് ലൈൻ എന്ന് വെച്ചാൽ എങ്ങനെ, ഇപ്പം നോർമൽ ഡോപാമിൻ്റെ ലെവൽ ഒരു 0 ആണെങ്കിൽ 0ക്ക് ഷിഫ്റ്റ് ചെയ്യും. നിനക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ലോ ആയിരിക്കും, അപ്പം നെഗറ്റീവ് ആവും വരും. ഇപ്പം നീ അതേ കടയിൽ പോയി ഒന്നുകൂടെ എന്ത് കഴിച്ചു, ഈ സെയിം സാധനം കഴിച്ചു, പക്ഷെ ഭയങ്കര മോശമായിരുന്നു കറി. ഓക്കെ, അവൻ നെഗറ്റീവ് ആർ പി വരും. അപ്പം നിനക്ക് അവിടെ പോയി പിന്നെ പോയി കഴിക്കാനുള്ള മോട്ടിവേഷൻ കുറയും. അതെന്താ ചെയ്യുന്നത്, ആ സിനാപ്സസ് ലൈക്ക് ഒന്നുകൂടെ വീക്കൻ ചെയ്യും നമ്മുടെ ബ്രെയിൻ തന്നെ. ഓക്കെ, അപ്പം എന്താവും, അങ്ങോട്ട് പോകാനുള്ള മോട്ടിവേഷൻ കുറയും. ഇതൊക്കെ ലൈക്ക് നമ്മൾ ലൈഫിൽ ലൈക്ക് ഭയങ്കര നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അതാണ് ഇപ്പോൾ ലൈക്ക് ഈ 3 ടേംസിൻ്റെ മെയിൻ. ലൈക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ഓക്കെ, പിന്നെ അഡിക്ഷൻ ഇതേ ഒരു പാറ്റേണിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡ്രഗ്സ് ആയാലും പോണോഗ്രഫി ആയാലും രണ്ടും ഓക്കെ, ലൈക്ക് ഭയങ്കര ഡീപ്പ്, ലൈക്ക് ഭയങ്കരമായിട്ട് നമ്മളെ തളർത്തുന്ന, ലൈക്ക് നമ്മളെ ഒരു യൂത്തിനെ, ഇന്ത്യയിൽ തന്നെ ഒരു യൂത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് അത്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ജെൻജിക്ക് റിലവൻ്റ് ആയിട്ടുള്ള സംഭവം എന്താ, സോഷ്യൽ മീഡിയയും ഷോർട്ട് ഫോം വീഡിയോസ്. ഓക്കെ, നമ്മൾ ഷോർട്സ് കാണാറുണ്ട്, റീൽസ് കാണാറുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഷോർട്സും റീൽസും ആൽഗോരിതംസ് ക്രിയേറ്റ്, ലൈക്ക് അവർ ആൽഗോരിതംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എക്സ്പെക്റ്റഡ് റിവാർഡ് ഉണ്ട്, റിസീവ്ഡ് റിവാർഡ് ഉണ്ട്. അപ്പോൾ എക്സ്പെക്റ്റഡ് റിവാർഡ് 0 ആവുന്ന സമയത്ത് റിസീവ്ഡ് റിവാർഡ് എന്താവണം, പോസിറ്റീവ് ആവണം. അപ്പോഴേ ആർ പി പോസിറ്റീവ് ആവുള്ളൂ.
ഓക്കെ. അപ്പോൾ ബേസിക്കലി RPE പോസിറ്റീവ് ആവണമെങ്കിൽ എന്താവണം? നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് റിവാർഡ് വരണം. ഓക്കെ. അപ്പം അവരെങ്ങനെ റീൽസ് ക്യൂറേറ്റ് ചെയ്യുക, നമുക്കുള്ള കണ്ടന്റ് ക്യൂറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറേ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തരും. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ലൈക്ക് നമുക്ക് നല്ല ഇഷ്ടമുള്ളൊരു റീൽ വരും, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു സംഭവം വരും. അത് അവിടെ എക്സ്പെക്റ്റഡ് അല്ല. ഓക്കെ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ബ്രെയിനിലൊരു ഡോപാമിൻ സ്പൈക്ക് വരും. ഈ പാത്വേ, ഈ ഫോൺ നോക്കുക, റീൽ തോണ്ടുക, ഈ ഒരു പാത്വേ ഒന്നുകൂടി റീഇൻഫോഴ്സ് ആവും. ഈ സെയിം പരിപാടി വീണ്ടും വീണ്ടും വരും. പക്ഷേ 90% ഓഫ് ദ ടൈം നമ്മൾ കാണുന്നത് ബോറിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും. മോസ്റ്റ് ലൈക്ലി ഇടയ്ക്ക് എപ്പോഴും ഒരു നല്ല സാധനം വരും, പക്ഷെ അത് ഈ പാത്വേനെ വീണ്ടും വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ബേസിക്കലി ഇൻഹെറൻ്റ്ലി ഈ സാധനം കാണുന്നത് ഇഷ്ടമായിക്കോണമെന്നില്ല, പക്ഷെ നിങ്ങൾക്കത് പോയി എടുക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുമല്ലോ, അത് നല്ലോണം ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ലൈക്ക് വലിയൊരു റിവാർഡ് കിട്ടണതുകൊണ്ടല്ല, പക്ഷേ ഈ ഡോപ്പമിൻ പാത്വേ കാരണം നിങ്ങൾക്ക് അത് എടുക്കാനുള്ള എന്ത് കൂടും, ത്വര കൂടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭയങ്കര ലോങ് ടേം ആയിട്ട് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക്, ഞാൻ 2 മണിക്കൂർ വെറുതെ ഇരുന്നത് കൊണ്ട് നമുക്കെല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഇൻസ്റ്റഗ്രാം. ഓക്കെ. അത് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ബേസ് ലൈൻ ഡോപ്പമിൻ ഷിഫ്റ്റ് ചെയ്യും, താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ കുറയും. എന്താണ് ഭയങ്കരമായിട്ട് കുറഞ്ഞ ബെഡിൽ പോയി കിടക്കും, എണീക്കില്ല, അങ്ങനത്തെ അവസ്ഥയല്ല. ലൈക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇതായിരിക്കും, ഒരു ഇത് വരും, ഒരു റെസിസ്റ്റൻസ് വരും. ഓക്കെ. ഇപ്പോൾ ലൈക്ക് നിങ്ങൾ ഈ ഒരു ബേസ് ലൈൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ് നിങ്ങളിപ്പോഴത്തെ പരിപാടി. ഓക്കെ. ലൈക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ, ലൈക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ഞാൻ അങ്ങനെ പറയല്ല, ബേസിക്കലി ഇങ്ങനത്തെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബാക്കിയുള്ള ഡേയിലുള്ള ഡോപ്പമിൻ ലെവൽ റീസെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, ആ ഡേൻ്റെ ബാക്കിയുള്ള സമയത്ത്. അപ്പോൾ അത് റീസെറ്റ് ചെയ്യാൻ സമയം കൊടുക്കാതെ വീണ്ടും ഇത് ചെയ്താൽ അത് വീണ്ടും താഴത്തേന് ഷിഫ്റ്റായി ഈ ഡോപ്പമിൻ്റെ ബേസ് ലൈൻ ലെവൽ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മോട്ടിവേഷൻ കുറയും. അപ്പോൾ നിങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഈ ഡോപ്പമിൻ്റെ ലെവൽ ഒരു എന്താ പറയുക, ഒരു ബേസ് ലൈനിൽ കീപ്പ് ചെയ്യണം. അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ലൈക്ക് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. നോർമലായിട്ട് ഈ ഒരു ഡോപ്പമിൻ്റെ കാര്യത്തിൽ ഇത്ര പറയാനുള്ളൂ. അപ്പോൾ ഡോപ്പമിൻ ബേസിക്കലി എന്തല്ല, പ്ലഷർ മോളിക്യൂൾ അല്ല എന്നുള്ളത് ഉറപ്പല്ലേ. ബേസിക്കലി ഡിസയർ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനുള്ള കാര്യമാണ്. ഓക്കെ. ഇപ്പോൾ ഇനി അഡിക്ഷൻ്റെ കേസ് ഞാൻ പറയാം. ഇപ്പോൾ ഡ്രഗ്സ് എടുക്കുക. ഡ്രഗ്സ് ഇപ്പോൾ ബേസിക്കലി മിസ്യൂസ് ആയാലും ഫാർമസ്യൂട്ടിക്കൽ ആയാലും രണ്ടും സെയിം കേസ് തന്നെയാണ്. അപ്പോൾ ബേസിക്കലി എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഡ്രഗ്സ് ഡോപ്പമിൻ്റെ അളവ് കൂട്ടും ബ്രെയിനിൽ. ഇപ്പോൾ ചില ഡ്രഗ്സിൻ്റെ കേസിൽ പ്ലഷർ ഉണ്ടാവും. ഓക്കെ. അത് വേറെ കുറേ മോളിക്യൂൾസിൻ്റെ കാരണം. ഇപ്പോൾ എൻഡോർഫിൻസ് ഉണ്ട്, ഓപ്പിയോയിഡ്സ് ഉണ്ട്, കനാബിനോയിഡ്സ് ഉണ്ട്. ഇതൊക്കെ ബ്രെയിനിൽ നാച്ചുറലി ഒക്കെ ചെയ്യുന്നതുണ്ട്. പെയിൻ റിലീഫിന് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുമാണ്. ഓക്കെ. അപ്പോൾ ഈ മോളിക്യൂൾസ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ബേസിക്കലി എന്ത് വരും, പ്ലഷർ വരും. ഓക്കെ. അത് മാത്രമല്ല, ചില കേസിൽ ഈ ഡോപ്പമിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര ഹെവി ആയിരിക്കും, ബയോളജിക്കലി ഇമ്പോസിബിൾ അല്ലാത്തൊരു ലെവലിലോട്ട് കയറും. ഇപ്പം MDMAൻ്റെ ഒക്കെ കേസിൽ 200 യൂണിറ്റ് ഡോപ്പമിനൊക്കെയാണ്. അത് ബയോളജിക്കലി ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കേസാണ്. അത്രയ്ക്ക് ഹൈ ആയിട്ടുള്ള ഡോപ്പമിൻ ലെവൽ വരുമ്പോൾ എന്താവും, ഈ ടോക്സിസിറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ എന്ത് ചെയ്യും, ഈ ഡോപ്പമിൻ്റെ ഇത് കുറക്കും, ഡോപ്പമിൻ റിസപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറക്കും. ഓക്കെ. അപ്പോൾ എന്തുണ്ടാവും, റിസപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറക്കുമ്പോൾ ഈ ബേസ് ലൈൻ ഡോപ്പമിൻ ഉണ്ടെങ്കിലും ഇത് റിസീവ് ചെയ്യാനുള്ള അത്ര റിസപ്റ്റേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ലൈക്ക് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്ക് അതിന് ശേഷം നോർമൽ ലൈഫിൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ. പക്ഷേ ഏറ്റവും ഐറോണിക് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്ക് സപ്പോസ് പ്ലഷർ ഇല്ലയെന്ന് വെക്ക്. ഓക്കെ. പക്ഷേ ഡോപ്പമിൻ്റെ സാധനം വരുന്നുണ്ട്. ഡോപ്പമിൻ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ ഡോപ്പമിൻ കൂടുതലായി ഒരു സർജ് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രഗ് ആണെന്ന് വിചാരിക്കും. ഓക്കെ.
ഇപ്പോൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾ ഇത് എൻജോയ് ചെയ്തോളണമെന്നില്ല. ഓക്കെ, സോ ലൈക്ക് നോ പ്ലഷർ, ഒരു ഗുണമില്ല ഇത് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഈ ഡൊപ്പമിൻ്റെ ഒരു സ്പൈക്ക് വരുന്നത് കൊണ്ട് തന്നെ, ഡൊപ്പമിൻ്റെ സ്പൈക്ക് വരുന്നത് പക്ക മെക്കാനിക്കലായിട്ടാണ്. ഈ ഒരു ഡ്രഗിൻ്റെ എഫക്റ്റാണ് ഡൊപ്പമിൻ്റെ സ്പൈക്ക്. പക്ഷേ ബ്രെയിൻ അതെന്തായിട്ടാണ് രജിസ്റ്റർ ചെയ്യുക? പോസിറ്റീവ് RP ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ആ ഒരു പാത്വേ വീണ്ടും വീണ്ടും എന്താവും? സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ ഡ്രഗിൻ്റെ ക്യൂ വരുമ്പോൾ നമുക്കത് ലൈക്ക് നമുക്കല്ല, ആ ഒരു യൂസറിന് അത് എടുക്കാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടും. പക്ഷേ ആ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളതൊക്കെ എൻജോയ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല, നോ വേ. പക്ഷേ അത് എടുക്കാനുള്ള ടെൻഡൻസി ഭയങ്കര ആയിട്ട് കൂടും. എന്നിട്ട് അവരത് ലൈക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ലൈക്ക് ബേസിക്കലി ഈ പോസിറ്റീവ് RP എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് കൂടി 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 വരുള്ളൂ. അപ്പോൾ ലൈക്ക് ബേസിക്കലി ഒരു സൈക്കിൾ പോലെ ട്രാപ്പായി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അഡിക്ഷൻ്റെ കേസിൽ വരുന്നത്. ഇത് സബ്സ്റ്റൻസ് മിസ്യൂസിലാണ് ലൈക്ക് ഇത് ഭയങ്കര ഒരു ലൈക്ക് എന്താണ്, ഈ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്ന ഒരു കേസ് വരുന്നത്. കാരണം ഈ ഒരു യൂസറിന് പ്ലഷർ ഇല്ലെങ്കിലും ഇതെന്താ സ്റ്റിൽ അവരിത് എടുക്കുന്ന കേസാണ്. ഇതിന് പെർമനൻറ്റ് ഡാമേജസ് ഉണ്ട്. ഇപ്പോൾ ബേസിക്കലി ഡോപ്പമിൻ്റെ ഒരു ലൈക്ക് ലെവല് നല്ലോണം താഴത്തേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ലൈക്ക് ഡെയിലി എക്സ്പീരിയൻസസ് പ്ലഷറബിളായി തോന്നാതെ തുടങ്ങും. അങ്ങനത്തെ ഒരു കേസ് കൂടെ ഉണ്ട്. അപ്പോൾ ലൈക്ക് ഡോപ്പമിൻ്റെ കാര്യങ്ങൾ ഇതാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കാനുണ്ടോ? നിങ്ങളോട് ഇൻട്രാക്റ്റീവ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ ഞാനിങ്ങനെ പറയുക ചെയ്തത്, സോറി. ഇല്ല, എന്തെങ്കിലും? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലായില്ലേ? എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയൻ്റെ കേസിൽ അവർ ലൈക്ക് ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ലൈക്ക് ബേസിക്കലി റിസർച്ചിന് ഇടുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ അറ്റൻഷൻ ഭയങ്കര വാല്യുബിൾ ആണ് ഈ വലിയ ബിഗ് ടെക് കമ്പനീസിന്. അപ്പോൾ നമ്മളെ അറ്റൻഷൻ ആർക്കാണ് വെക്കുന്നത്? വേറെ കമ്പനീസിനാണ് വെക്കുന്നത്. അങ്ങനെയാണ് ഈ കമ്പനീസ് ലൈക്ക് ഈ ടെക് കമ്പനീസ്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ പോലെയുള്ള കമ്പനീസ് ക്യാഷ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നു, അവർ ക്യാഷ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെ അറ്റൻഷൻ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഞാൻ ഈ പറഞ്ഞ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. ലൈക്ക് വീണ്ടും വീണ്ടും അത് എടുക്കേണ്ടി വരുന്ന, ലൈക്ക് വീണ്ടും വീണ്ടും ലൈക്ക് നമുക്കിപ്പോൾ ഈ ഒരു കാണുന്ന പ്രോസസ്സ്, ഇപ്പോൾ റീൽസ് നോക്കുന്ന ഒരു പ്രോസസ്സ് ഇഷ്ടമല്ല ബേസിക്കലി. ഓക്കെ, കണ്ടു കഴിഞ്ഞ ശേഷം ഭയങ്കര ഒരു ടയേർഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അത് നമ്മൾ വീണ്ടും പോയി എടുക്കൂലേ? മനസ്സിലായോ? അതൊരു സ്ട്രാറ്റജിയാണ്. ലൈക്ക് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബേസിക്കലി അതൊരു അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും? നേരത്തെ റാറ്റിന്റെ എക്സ്പെരിമെന്റ് പറഞ്ഞില്ലേ, അതിന് കുറച്ച് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ അതിലിങ്ങനെ പറയുന്നുണ്ട്, ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് ഫുഡ് കിട്ടും, പ്രഷറായിട്ട് ഫുഡാണ് കൊടുക്കുക. പക്ഷെ ഓരോ 8 ബട്ടന്റെ ഇടയ്ക്ക് എങ്ങാണ്ട് ഒരു കുഞ്ഞു ഷോക്ക് കൊടുക്കും. അപ്പൊ ഈ സെയിം എക്സ്പെരിമെന്റ് റാറ്റിലും മനുഷ്യരിലും നട്ട്. ഇപ്പൊ റാറ്റ് ഷോക്ക് അടിച്ചപ്പോ പഠിച്ചു, വേണ്ട പഠിച്ചു. പക്ഷെ മനുഷ്യരത് വീണ്ടും വീണ്ടും ഷോക്ക് അടിച്ചാലും അങ്ങനത്തെ. അതെനിക്കറിയില്ല. ലൈക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണം എക്സ്പെരിമെൻറ്റിൻ്റെ, അല്ലാതെ പറയാൻ പറ്റുള്ളൂ. ലൈക്ക് അതിനെന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടെങ്കിൽ പറയണം. പിന്നെ എന്തെങ്കിലും? ഇല്ലല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് ലൈക്ക് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സപ്പോസ് ഒരു 3 hour മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എങ്ങനെ അനലൈസ് ചെയ്യണം ആ ഒരു പേപ്പർ? ഇപ്പോൾ സപ്പോസ് ഞാനൊരു എക്സാം എഴുതി. ഓക്കെ, ഇപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതി, എന്നിട്ട് അത് ഞാൻ അനലൈസ് ചെയ്യാമെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ സപ്പോസ് മോക്ക് ടെസ്റ്റ് എഴുതി, ലൈക്ക് ബേസിക്കലി 200 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് എഴുതി, അതിൽ എനിക്ക് 100 മാർക്ക് കിട്ടി. അത് കഴിഞ്ഞു, ഞാൻ മാർക്ക് കിട്ടി, സന്തോഷം, പോയി. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ബേസിക്കലി ഒരു 90% ഓഫ്
90% ഓഫ് വാല്യൂ ഇല്ലേ ഈ മോക്ക് ടെസ്റ്റിൻ്റെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇത്ര ആൾക്കാർ റിസോഴ്സും ലൈക്ക് എന്താ പറയുക, ഇത്ര ആൾക്കാരുടെ ഒരു എഫേർട്ടൊക്കെ ഇട്ടിട്ട് ക്യൂറേറ്റ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളാണ്. അപ്പോൾ ആ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ മൊത്തം വാല്യൂ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂർ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ലൈക്ക് മൊത്തം ഒരു ഓൾറൗണ്ട് ആയിട്ട് അനലൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കും ഒരു എക്സാം. ഓക്കെ, അപ്പോൾ അതിൽ 7 എനിക്ക് കിട്ടി, 2 തെറ്റാണ്, ബാക്കി 6 എന്താ എനിക്ക് അറിയില്ല, ലൈക്ക് നോ ഐഡിയ, പഠിച്ച ടോപ്പിക്കല്ല. അപ്പോൾ ബേസിക്കലി എക്സാം കഴിഞ്ഞ ശേഷം ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, ഈ കിട്ടാത്ത ക്വസ്റ്റ്യൻസും തെറ്റായ ക്വസ്റ്റ്യൻസും ക്ലാസിഫൈ ചെയ്യണം. കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, ഒരു സെക്കൻഡ്, അതാ. അപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് പിന്നെ അറിയാത്ത ലൈക്ക് നിങ്ങൾക്ക് കുറേ റീസൺസ് ഉണ്ടാവും കിട്ടാത്തതിനുള്ള. ഒന്നാമത്തെ റീസണ് ബേസിക്കലി ഇപ്പോൾ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഓപ്ഷനിൽ ബൈ 2 ഇടാൻ മറന്നുപോയി. ഓക്കെ, ലൈക്ക് ഭയങ്കര കോമൺ ആയിട്ട് സംഭവിക്കുന്ന എറേഴ്സാണ്. ചിലപ്പോൾ സ്ക്വയർ ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ കേസുകൾ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലൈക്ക് ക്വസ്റ്റ്യൻ എനിക്ക് കൺസെപ്റ്റ് അറിയാം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഒക്കെ അറിയാം, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്സ് മാത്രം എന്ത് ചെയ്യണം, ഒരു കോളത്തിൻ്റെ അടിയിൽ എഴുതി വെക്കും. ഓക്കെ, എന്നിട്ട് അടുത്തത് നിങ്ങൾക്കൊരു മിസ്കൺസെപ്റ്റ് വന്നു. അപ്പോൾ സപ്പോസ് ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയത് എന്തോ തെറ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ക്വസ്റ്റ്യനിൽ എന്തോ ഒരു ഭാഗം നിങ്ങൾ വിട്ടുപോയി വായിക്കാൻ, അങ്ങനെയൊക്കെ ലൈക്ക് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും പക്ഷെ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി, അങ്ങനത്തെ കേസൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് തന്നെ അല്ലെങ്കിൽ ആ ഒരു തിയറി തന്നെ കറക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വേറൊരു ടോപ്പിക്കിൽ ഇടണം, വേറൊരു പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. പിന്നെ വരുന്നത് നിങ്ങൾ മിസ്റ്റേക്സിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാത്തതായിരിക്കും മെയിൻലി വരിക. നോളേജ് ഗ്യാപ്പ്, ബേസിക്കലി നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ അതിൻ്റെ തിയറി നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ആ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ എക്സാം കഴിഞ്ഞിട്ടും നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഈ ഒരു 3 ലെവലിൽ ക്ലാസിഫൈ ചെയ്യണം. നിങ്ങളിപ്പോൾ ഇന്ന് എക്സാം എഴുതിയില്ലേ, ആരെങ്കിലും ഇങ്ങനെ ചെയ്തിരുന്നോ, ലൈക്ക് ഞാൻ പറയാതെ, ആരും പറയാതെ സ്വന്തം ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് 3 ലെവൽ ക്ലാസിഫൈ ചെയ്തിരുന്നു, നിങ്ങൾ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു? ആരൊക്കെ ജസ്റ്റ് എക്സാം കഴിഞ്ഞു ഇനി സുഖം അങ്ങനെ ഇരുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഞാൻ പറയണേ, ആ 3 ലെവലിൽ ക്ലാസിഫൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നിങ്ങൾ എന്ത് മിസ്റ്റേക്കാണ് ചെയ്തത്, എന്ത് ടോപ്പിക്കാണ് പഠിക്കാത്തത്, അത് പിൻ പോയിന്റ് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ നോക്കണം. ഓക്കെ, അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സാറ് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ഷെഡ്യൂൾ തരുന്നുണ്ടാവും. ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക്, അരമണിക്കൂർ 1 മണിക്കൂറൊന്നും ആരും റെസ്റ്റ് എടുക്കണ്ട, സാറിൻ്റെ ഇവിടുന്ന് ഓടിക്കും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എന്ത് ചെയ്യാം, റെസ്റ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ തെറ്റായ ക്വസ്റ്റ്യൻസ് ഇരുന്ന് അറ്റംപ്റ്റ് ചെയ്യുക, സൊല്യൂഷൻ നോക്കാതെ. അപ്പോൾ നിങ്ങൾ തിയറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടാവുമല്ലോ, ആ നോട്ട്സ് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഒന്നുകൂടെ സൊല്യൂഷൻ നോക്കരുത്, ആൻസർ കീ നോക്കരുത്. ആൻസർ കീ നോക്കാതെ എങ്ങനെ തെറ്റ് മനസ്സിലാക്കും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ സ്റ്റിൽ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. സ്വന്തമായിട്ട് ഇപ്പോൾ ആൻസർ കീ നോക്കി ഇതാണ് ഉത്തരം, പക്ഷെ അത് എങ്ങനെ വന്നതെന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കണം. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ കവർ ചെയ്യാത്ത ടോപ്പിക്സ് ആണെങ്കിൽ അത് പിന്നെ മസ്റ്റായിട്ട് കവർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇവിടെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾക്ക്
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് നോക്കണം. ഓക്കെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ കാര്യം, ഈ അറ്റംപ്റ്റ് ചെയ്ത ശേഷം ആണ് എന്ത് ചെയ്യേണ്ടത്, ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. ഈ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എന്താ കേസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതിൽ 6 ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയില്ല, 2 ക്വസ്റ്റ്യൻ തെറ്റാണ്. ഈ ഒരു 6ഉം 8 ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു 3 കിട്ടിയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 2 തെറ്റുള്ളത് ശരിയായി. അപ്പോൾ ബേസിക്കലി ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള, ഈ 3 ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള നോളേജ് ഉണ്ട്, കഴിവുമുണ്ട്. പക്ഷേ എക്സാമിൻ്റെ പ്രഷറിൽ അത് ചെയ്യാൻ പറ്റണില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത്, പിന്നെ എക്സാമിൻ്റെ പ്രഷറിൽ വർക്ക് ചെയ്യാൻ ഒന്നുകൂടെ എഫിഷ്യൻ്റായിട്ട് ട്രൈ ചെയ്യണം. അവിടെ എന്താ മിസ്റ്റേക്ക് വന്നതെന്ന് നല്ലോണം ഡീപ്പായിട്ട് നോക്കിയ ശേഷം വേണം ചെയ്യാൻ. പിന്നെ നിങ്ങൾ റഫ് വർക്ക് ചെയ്യുമല്ലോ എക്സാമിന്, ആ റഫ് വർക്ക് ചെയ്യുന്ന സാധനം ബേസിക്കലി ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, എന്നിട്ട് കുറച്ച് വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് എവിടെ തെറ്റ് വന്നതെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ചില സമയത്ത് എക്സാം എഴുതുമ്പോൾ ഒരു പേപ്പർ എടുക്കും, ഒരു ക്വസ്റ്റ്യൻ ഒരു കോർണറിൽ എഴുതും, ഒരു ക്വസ്റ്റ്യൻ മറ്റേ കോർണറിൽ എഴുതും. അങ്ങനെയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ആ പേപ്പർ ഒന്ന് മടക്കുക, എന്നിട്ട് കുറച്ച് ഓർഡറിൽ എഴുതി പോവുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഡൗട്ട് വന്നു മുന്നത്തെ ക്വസ്റ്റ്യൻ തന്നെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുമ്പോഴും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിൻ്റെ കൺസെപ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം എക്സാം കഴിഞ്ഞിട്ട്. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ബേസിക്കലി കുറേ ചാപ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല എക്സാമിന് ഓരോ വീക്കിലും. അപ്പോൾ അതെങ്ങനെയാണ് റിവൈസ് ചെയ്യണം എക്സാം കഴിഞ്ഞിട്ട്. ഇതിനായിട്ട് ഒരു 1-2 മണിക്കൂർ മാറ്റി വെക്കുന്നത് നിങ്ങളെ പ്രിപ്പറേഷൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അത്രയൊക്കെ തന്നെ. ഈ കേസിൽ ഇതിൽ ഇതിൽ ചെയ്തു പോയാൽ മതി. പക്ഷേ നിങ്ങൾക്കിപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടാവും എന്തോ ഒരു മിസ്റ്റേക്ക് ബുക്ക് കീപ്പ് ചെയ്യാൻ, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ ഓരോ ടെസ്റ്റിനും നിങ്ങൾ ഈ മിസ്റ്റേക്സ്, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനിലും വന്ന ഇഷ്യൂ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ടൈപ്പ് ടോപ്പിക്കാണ് വിട്ടുപോയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ആ ഒരു എക്സാമിനർ പോയിൻ്റ് ഓഫ് വ്യൂ കിട്ടും. ഇപ്പോൾ എക്സാമിനർ ഇപ്പം കഴിഞ്ഞ വർഷം ഫുള്ള് ഇവിടെ ഓൺലൈൻ ബാച്ചിന് ക്വസ്റ്റ്യൻ ഇട്ടുന്നതാണ് ഫിസിക്സും മാത്സും. അപ്പോൾ എക്സാമിനർ എന്ത് വിചാരിച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും ഇടുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ. ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു 20% ഒക്കെ ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും. ഈസി എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സ്ട്രെയിറ്റ് ഫോർമുല സാധനങ്ങൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരു വലിയ ഭാഗം ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, വേണമെങ്കിൽ ഒരു 50 to 60%. പിന്നെ ബാക്കിയെ ഭയങ്കര ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാനുള്ള ആ ഒരു ലെവൽക്ക് എത്തണം, മാക്സിമം. ഓക്കെ. ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ചെയ്യണം. ഓക്കെ. ഹാർഡ് പിന്നെ. ഓക്കെ. ഈസി മീഡിയം ക്വസ്റ്റ്യൻസാണ് നിങ്ങളെ ഒരു സെലക്ഷൻ ഉറപ്പാക്കുന്നത്. ഓക്കെ. അപ്പോൾ ബേസിക്കലി പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ അനാലിസിസ് ഞാൻ പറഞ്ഞ പോലെ നല്ല വൃത്തിക്ക് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻ, ഇപ്പോൾ എക്സാമിന് 60 ക്വസ്റ്റ്യൻ ഉണ്ട് IITക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ സ്കാൻ ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഈ ടൈപ്പ് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. ഇത് ഏത് ചാപ്റ്ററിനാണെന്ന് എനിക്ക് അറിയുണ്ടാവും, ഇത് മുന്നേ ചോദിച്ച ടൈപ്പാണോന്ന് എനിക്ക് അറിയുണ്ടാവും, അല്ലെങ്കിൽ പുതിയ ടൈപ്പാണോ എന്ന് അറിയുണ്ടാവും. അനാലിസിസ് നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു വരെ മനസ്സിലാവും. ഓക്കെ. അത്ര നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ്, അത്ര സമയം നമ്മൾ അനാലിസിസിനൊക്കെ ചിലവഴിച്ചാൽ, അല്ലെങ്കിൽ എക്സാമിനർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ബേസിക്കലി ചില ക്വസ്റ്റ്യൻസ് റാങ്ക് ഡിസൈഡിങ് ആയിരിക്കും, നല്ല ഹാർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഒരു സെലക്ഷൻ്റെ മുകൾക്ക് കുട്ടികളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത്. ഓക്കെ. പിന്നെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ മീഡിയം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ സെലക്ഷൻ. മീഡിയം ഈസി ക്വസ്റ്റ്യൻസ് ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ടാക്കിൾ ചെയ്യണം നല്ലപോലെ. അതിനാണ് പ്രൈം ഫോക്കസ് കൊടുക്കേണ്ടത് ഏതിന്, അനാലിസിസിൽ. ഓക്കെ.
ഹാർഡ് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ലൈക്ക് മെയിൻ ഫോക്കസ് ഈസി മീഡിയം ക്വസ്റ്റ്യൻസിനായിരിക്കും. ഓക്കെ, പിന്നെ സ്റ്റാമിന എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 3 മണിക്കൂർ ലൈക്ക് അടുപ്പിച്ച് ഇരുന്ന് നിങ്ങൾ 2 വർഷം പഠിച്ച 4 സബ്ജക്റ്റ് മൊത്തം സിലബസ് നിങ്ങൾ എന്ത് എഴുതുക, എക്സാം എഴുതാം ഫൈനൽ ഡേയിൽ. അപ്പോൾ അതിനുള്ള സ്റ്റാമിന ഇപ്പം തന്നെ ബിൽഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചില ദിവസം ഓഫ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒരു 3 മണിക്കൂർ ഇരുന്നിട്ട് മുന്നത്തെ പ്രീവിയസ് ഇയർ പേപ്പർ ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അത് ലൈക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു സിലബസ് ഒരു 100% കവർ ചെയ്ത ശേഷം ആണ് നിങ്ങൾ മോക്ക് എഴുതാൻ പോകുന്നത് എന്നുള്ളത്. ഞാൻ പറയാം, 100% ആരും കവർ ചെയ്യൂല. കവർ ചെയ്യാൻ പറ്റൂല എന്നല്ല പറയുന്നത്, പക്ഷേ അത് നടക്കുന്നൊരു കാര്യമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രീവിയസ് പേപ്പേഴ്സ് ചെയ്യണം, ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങുക. ഇപ്പം തന്നെ ഇടയ്ക്ക് ഒരു പ്രീവിയസ് പേപ്പർ എടുക്കുക, ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞ പോലെ അനലൈസും ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടാവും. ഓക്കെ, അത് മൈൻഡാക്കണ്ട. ഓക്കെ, പക്ഷേ ആ ടോപ്പിക്സ് ഞാൻ പറഞ്ഞ പോലെ വീണ്ടും നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി എടുത്ത് പഠിച്ച് ഒന്നുകൂടെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ എന്താ ഗുണം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഏത് ടോപ്പിക്കിൽ നിന്നാണ്, ഇപ്പോൾ ഒരു ചാപ്റ്ററിന് ഏത് പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലുള്ളത് അത് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങളത് നല്ലോണം ഫോക്കസ് ചെയ്ത് പഠിക്കും. അപ്പോൾ അതിൽ നിന്ന് ലൈക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റാമിന ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ എക്സാമിൻ്റെ ലാസ്റ്റ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ സെയിം ടൈമിലായിരിക്കും 9 to 12 ആയിരിക്കും ഇവിടെ മോക്ക് ടെസ്റ്റുകൾ നടക്കുക. അപ്പോൾ നിങ്ങളെ ഒരു ബോഡി പ്രൈം ആയിരിക്കും ആ ഒരു ടൈമിൽ മാക്സിമം പെർഫോമൻസ് വരാനുള്ള പോലെ. ഓക്കെ, പിന്നെ ലൈക്ക് പാറ്റേൺസ്, ക്വസ്റ്റ്യൻസിലെ പാറ്റേൺസ്. ഇപ്പോൾ സപ്പോസ് ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരും എക്സാമിന്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടാനുള്ള ഏക വഴി ആ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഫൈനൽ എക്സാമിന് നിങ്ങൾക്കൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ നിങ്ങളത് അതിൻ്റെ മുന്നേ ഒരു 10-50 വട്ടം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചില സമയത്ത് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണും, അത് എനിക്ക് ചെയ്യാൻ അറിയാം, അങ്ങനെ വിട്ട് കളയരുത്. ജസ്റ്റ് മനസ്സിലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക, ലൈക്ക് ആ എല്ലാ സ്റ്റെപ്സിലും ഒന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ലൈക്ക് 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ. അപ്പോൾ ഈ അനാലിസിസിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് കീപ്പ് ചെയ്യണം, ഈ മിസ്റ്റേക്ക് ജേർണൽ കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്കങ്ങനെ പറയാൻ അവകാശമില്ല, കാരണം ഞാൻ കീപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളെങ്ങനെയായാലും കീപ്പ് ചെയ്യണം. ഓക്കെ, കാരണം ഇത് ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും അത്. പിന്നെ നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് മിസ്റ്റേക്ക് ഓർമ്മ ഉണ്ടാവും അടുത്ത എക്സാമിന് എഴുതുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, പിന്നെ പറയാനുള്ളത്, എല്ലാവരും സയൻസ് ഇഷ്ടമുള്ളവരല്ലേ? ബയോളജി ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ട്? ഓക്കെ, ഇഷ്ടമുള്ളൊരു ടോപ്പിക്കിൻ്റെ പേര് പറഞ്ഞാൽ, നല്ല ഇഷ്ടമുള്ളൊരു ടോപ്പിക് ജനറ്റിക്സ്. ഓക്കെ, ഇപ്പോൾ ഈ ജനറ്റിക്സിൽ ഭയങ്കര അഡ്വാൻസ്ഡ് കൺസെപ്റ്റുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഫിസിക്സിലിപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊരു ഫീൽഡ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ റിലേറ്റിവിറ്റി ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലം ലൈക്ക് അതിൽ ഡീപ്പായിട്ട് ഇറങ്ങാതിരിക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇടയ്ക്ക് നോക്കണം. ഓക്കെ, അതാണ് നമ്മളെ ലൈക്ക് ഒരു ബേണിങ് ഫ്യൂവലായിട്ട് വരുന്നത്, ഇങ്ങനത്തെ ലൈക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ്. ഇപ്പോൾ ഫിസിക്സ് ആർക്കൊക്കെ ഇഷ്ടമുണ്ട് നല്ലോണം? ഓക്കെ, റിലേറ്റീവ്ലി കുറവാണ് ഫിസിക്സ് ഇഷ്ടമുള്ള ആൾക്കാർ. അല്ല, ഞാൻ ഐസർ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാം. ഇപ്പോൾ ഇവിടെ വന്ന 3 പേരും ഫിസിക്സിൻ്റെ ആൾക്കാരായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു പകുതി മുക്കാൽ ആൾക്കാരും ഐസറിൽ വരുമ്പോൾ ഫിസിക്സ് എടുക്കാനായിരിക്കും വരുന്നത്, ആസ് ലോങ് ആസ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. പിന്നെ ബാക്കി പകുതി ബയോ ആയിരിക്കും. ഓക്കെ, പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് 1.5 വർഷം എന്ത് വരും, ബേസിക്കലി എല്ലാ സബ്ജക്റ്റുകളും പഠിക്കാനുണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടും ഈ സബ്ജക്റ്റ് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ. എന്നിട്ടാണ് നമ്മൾ മേജറും മൈനറും ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ ഭയങ്കര കൂളായിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്, നല്ല അടിപൊളി കൺസെപ്റ്റുകളുണ്ട്. ചില ടോപ്പിക്കുകൾ നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് പോയി നോക്കാനൊക്കെ തോന്നും, പക്ഷേ സമയം കളയരുത് അതിലൊന്നും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സിലബസ് ബൗണ്ടറി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരും മെറ്റീരിയലും കാര്യമൊക്കെ, പക്ഷേ സ്റ്റിൽ നിങ്ങൾ സിലബസ് നോക്കണം. ഓക്കെ, എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, ആ സിലബസ് ബൗണ്ടറികളിൽ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിൻ്റെ പുറത്തേക്ക് തുടരണ്ട. വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. എക്സാമിന് എന്താ വേണ്ടത് അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ എമൗണ്ട് കുറയും. ഓക്കെ, അപ്പോൾ നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. അതാണ് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങാം. നിങ്ങൾ PYQs ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ PYQs തന്നെ നിങ്ങൾക്ക് എന്തിൽ വരും, പ്രീവിയസ് ഇയർ പേപ്പറിൽ വരും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്, ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്നും വരും. അപ്പോൾ അത് മൈൻഡ് ആക്കണ്ട. പക്ഷേ പ്രീവിയസ് ഇയർ പേപ്പർ മസ്റ്റായിട്ട് ചെയ്യണം, ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ തന്നെ ജസ്റ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഇൻസൈറ്റ് കിട്ടും അതിൽ നിന്ന്. കാരണം നിങ്ങൾ മുന്നത്തെ ഐസറിൻ്റെ എക്സാം നടന്ന പേപ്പറാണിത്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ചെയ്യാം. പിന്നെ പറയാനുള്ളത്, നിങ്ങളൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എത്ര ആൾക്കാരുടെ സൊല്യൂഷൻ നോക്കാതെ ഇത് ഞാൻ ചെയ്യും, ഇതിങ്ങനെ തിയറി മാത്രം നോക്കുക. ഇപ്പോൾ സപ്പോസ് എനിക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, എന്നിട്ട് അതിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ആ കൺസെപ്റ്റ് എനിക്കറിയാം. അപ്പോൾ തിയറി നോക്കി വീണ്ടും ആ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ വേണമെങ്കിൽ താഴെ തന്നെ ഉണ്ടാവും, അത് നോക്കാതെ എത്ര പേര് ഇവിടെ ചെയ്യാറുണ്ട്? ഓക്കെ, റിലേറ്റീവ്ലി കുറവാണ് എമൗണ്ട്, പക്ഷേ അത് കൂടണം. ഓക്കെ, എല്ലാവരും ഈ കാര്യം ചെയ്യണം. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് വരിക, നിങ്ങളുടെ ഒരു എന്താ പറയുക, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ തിയറി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കിട്ടാതാവുമ്പോൾ നിങ്ങൾക്ക് തിയറി വീണ്ടും നിങ്ങൾ തിയറി പിന്നെ റീവിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നേ നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങൾ നോട്ടീസ് ചെയ്യും. ഓക്കെ, ആ പോയിന്റ് കിട്ടിയാലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ഇത് സോൾവ് ചെയ്യാൻ പറ്റുക, ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കൊരു തിയറി ഒരു സ്പെസിഫിക് കൺസെപ്റ്റ് ഭയങ്കര ക്ലിയർ ആവുള്ളൂ. അപ്പോൾ എന്താ, ഒരു തിയറി ക്വസ്റ്റ്യൻ ഇൻ്റർപ്ലേ ആണ്. തിയറി പഠിക്കുന്നു, ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല, ഓഫ് കോഴ്സ്. അപ്പോൾ എന്ത് വരും, അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൺസെപ്റ്റിൽ എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ട്, എവിടെയോ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് തിയറിക്ക് തിരിച്ചു പോകും, തിയറി നോക്കും. തിയറി ഒന്നുകൂടെ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്പെസിഫിക് സാധനത്തിനായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഒരു പുതിയ പോയിന്റ് കാണും. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും തിയറിക്ക് തന്നെ തിരിച്ചു വരും, വീണ്ടും ക്വസ്റ്റ്യൻക്ക് തന്നെ തിരിച്ചു വരും, ആ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ നോക്കും. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ഒരു സബ്ജക്റ്റിലെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. എനിക്ക് ആ സബ്ജക്റ്റ് ഫിസിക്സും മാത്സും ആയിരുന്നു. അപ്പോൾ ബേസിക്കലി സൊല്യൂഷൻ നോക്കാതെ ഇരുന്ന് ചെയ്യണമെന്നൊരു വാശിയായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ആ ഒരു അനലിറ്റിക്കൽ എബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജെനറ്റിക്സിലൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരും, അതൊക്കെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ നന്നായിട്ട് നോക്കുക. ഇനി സൊല്യൂഷൻ ഡയറക്റ്റ് ഇനി എന്ത് ചെയ്തിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാർമാരോട് വന്ന് ചോദിക്കുക, അവരോട് ചോദിക്കുക, എന്ത് ഒരു ഹിൻഡ് പറഞ്ഞുതരുമോ, സൊല്യൂഷൻ എനിക്ക് ഡയറക്റ്റ് വേണ്ട, ഒരു ഹിൻഡ് പറഞ്ഞുതരുമോ എന്ന് ചോദിക്കുക. എനിക്ക് അറിയാവുന്ന സാർമാരോടൊക്കെ ചോദിച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഒന്നിലും ഡയറക്റ്റായിട്ട് സൊല്യൂഷൻ നോക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ പറയാൻ വന്നത്, ഓക്കെ, പിന്നെ പറയാം, ഇപ്പം തന്നെ നിങ്ങൾ 100% കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സാം എഴുതിയത് എൻ്റെ +2 കഴിഞ്ഞിട്ടാണ്. ഓക്കെ, +2 കഴിഞ്ഞിട്ട്. അപ്പോൾ +1 കഴിഞ്ഞിട്ട് ഒരു IAST അറിയോ ആർക്കെങ്കിലും? IAST വലിയ മല, ട്രിവാൻഡ്രം. അവിടെ എനിക്കൊരു 5 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു മാത്സ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു സ്റ്റേറ്റ് ക്യാമ്പായിരുന്നു. അപ്പോൾ അവിടെ പോയി നിന്നപ്പോൾ ഞാൻ വീട്ടിൽ ഉമ്മാനോട് വിളിച്ച് പറയാം,
എനിക്ക് ഇനി ഇവിടുന്ന് വരാൻ തോന്നുന്നില്ല. ഓക്കെ. ആ ഒരു മൊമെൻ്റാണ് എനിക്ക് ഇത്ര മോട്ടിവേഷൻ തന്നത് ഐസറിന് പഠിക്കാൻ +2 തന്നെ. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ചത് ഒരു ലൈക്ക് ലാസ്റ്റ് വരെ. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ലൈക്ക് ആ ഒരു ഫ്ലെയിം ലൈക്ക് കെടാതെ കീപ്പ് ചെയ്യുക ലൈക്ക് ലാസ്റ്റ് വരെ. ഓക്കെ. ആ ഒരു മോട്ടിവേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഐസറിലെത്തിയത്. അങ്ങനെ തന്നെ എനിക്ക് പറയാം. ഓക്കെ. അപ്പോൾ +1 +2 ബേസിക്കലി സ്കൂളിലത്തെ കാര്യങ്ങൾ നോക്കാൻ അത്യാവശ്യം ഉണ്ടോ, അതിൻ്റെ പുറമെയാണ് ഇത് ബേസിക്കലി ഒരു പാഷൻ പോലെ. എന്നിട്ട് അപ്പോൾ എനിക്കുണ്ടായിരുന്ന തോട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയായാലും ഐസറിൽ പോകണം, നിർബന്ധം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ നല്ലപോലെ ചെയ്താൽ എനിക്ക് +2 കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ. ഇപ്പം ഞാൻ ഈ സാധനങ്ങൾ മാറ്റി വെച്ച് എന്ത് വരും, റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. കാരണം എനിക്ക് ഐസറിൽ പോകണം, നിർബന്ധം. അപ്പുറത്തേക്കില്ല. അപ്പോൾ എനിക്ക് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ എനിക്ക് ഇപ്പം തന്നെ ചെയ്താൽ എന്താവാം, +2 കഴിഞ്ഞിട്ട് തന്നെ കയറാം, 1 വർഷം വേസ്റ്റ് ആക്കണ്ട. ഓക്കെ. അപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് ചിലപ്പോൾ ഒരു എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ടയേർഡാവും. 3 മണിക്കൂർ നമ്മളൊക്കെ ഇരുന്ന് എക്സാം എഴുതിയാൽ. അപ്പോൾ ബേസിക്കലി എന്നിട്ട് എനിക്കറിയാം ഇതിപ്പോൾ ഞാൻ ചെയ്താലേ എനിക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ചെയ്യേണ്ടി വരും, കാരണം എനിക്ക് ഐസർ കിട്ടണം. ഓക്കെ. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എൻ്റെത്. അപ്പോൾ എനിക്കൊരു വർഷം വേസ്റ്റ് ആക്കണ നല്ലോണം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ താത്ത റിപ്പീറ്റ് ചെയ്തിരുന്നു, ഞാൻ കണ്ടിരുന്നു. അങ്ങനെ അപ്പോൾ എങ്ങനെയായാലും അപ്പോൾ ചെയ്യേണ്ടി വരും. കാരണം എന്താ, എനിക്ക് ഐസർ കിട്ടണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്താലെന്താ, എനിക്ക് നേരത്തെ കിട്ടും. അതായിരുന്നു എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാ കാര്യങ്ങളും അപ്പോൾ ചെയ്തു പോയായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആ ഒരു ടൈമിൽ. അപ്പോൾ ഈ നെസസറി ഈവിൾസ് എന്ത് ചെയ്യുക, ഡിലേ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം മസ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യുക. ഓക്കെ. ഡിലേ ചെയ്യരുത്. എല്ലാതും ലൈക്ക് 100% കൊടുക്കുക, ചെയ്യുക. ഓക്കെ. അതാണിപ്പോൾ അത് പറഞ്ഞത്. അപ്പോൾ ഇത് ഇപ്പോൾ റബൂബിൻ്റെ ക്ലാസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിലവൻ പറഞ്ഞിരുന്നു ഇനി 200 ദിവസം ഉള്ളൂ, ഒരു 200 ദിവസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ 2 ദിവസം ഉണ്ട് എന്നുള്ള അവസ്ഥയൊക്കെ ആക്കാതിരിക്കുക, അവൻ പറഞ്ഞതാണ്. അപ്പോൾ ബേസിക്കലി അത് എന്ത് ചെയ്യുക, ആ അർജൻസി ഇപ്പം തന്നെ തുടങ്ങട്ടെ. ഓക്കെ. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊരു ക്ലിയർ കട്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ ഉണ്ടാക്കുക. ലൈക്ക് എങ്ങനെ ഞാൻ കവർ ചെയ്യും, ഇതൊക്കെ സാറോട് ചോദിച്ചാൽ നിങ്ങൾ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും, എങ്ങനെ നിങ്ങൾ തന്നെ തിയറി കവർ ചെയ്യണ്ടേ, ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണ്ടേ എന്നൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. എങ്ങനെയാണ് കറക്റ്റ്, എങ്ങനെയാലും മൊത്തം കവർ ചെയ്യണമല്ലോ, എങ്ങനെയാലും ചെയ്യണം. കാരണം എക്സാം എഴുതുന്നതിൻ്റെ മുന്നേ അത് ഡിലേ ചെയ്യാതിരിക്കാം മാക്സിമം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫ്ലെയിം കീപ്പ് ചെയ്യണമെന്ന്. ഇപ്പോൾ എനിക്ക് ഐസറിലാണ് പോകാനുള്ളത്. ഐസർ പൂനെയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈക്ക് ജസ്റ്റ് ഓരോ കാര്യങ്ങൾ. ഞാൻ അവിടെ പോയൊരു സ്വിമ്മിംഗ് പൂൾ ഇല്ല കേട്ടോ. അവിടെ ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം നിറയും, വോളിബോൾ കോർട്ടിൽ. അത് മാത്രമുള്ള സ്വിമ്മിംഗ് പൂൾ, വേറെ ഒന്നുമില്ല. അപ്പോൾ വെറുതെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ ഇൻസൈഡർ കാര്യങ്ങൾ ലൈക്ക് വെറുതെ കുറേലൊക്കെ കയറിപ്പോയാൽ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടാവും, പിന്നെ എക്സാമിന് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ വെറുതെ ഇരുന്ന് വായിച്ചു നോക്കുക. ഇതൊക്കെ ഒരു രസമുള്ള പരിപാടിയാണ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പഠിക്കുക. പിന്നെ അവിടെയുള്ള കോഴ്സസ് അതിനെപ്പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കുക. ഇനി ഐസർ കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് അപ്പം തന്നെ ഇപ്പം തന്നെ ജസ്റ്റ് ആൾക്കാരോട് ചോദിച്ച് നോക്കുക. പിന്നെ ലൈക്ക് വേറെയുള്ളവരുടെ ഒപ്പീനിയൻസ് നോക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചെയ്തു. അതിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. നമുക്ക് പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എല്ലതും നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്നോട് സംസാരിക്കാം. നിങ്ങൾക്ക് ഏത് ഐസറിൽ പോകാനാണ് താല്പര്യം?
ഉം? ഭോപ്പാലോ? എന്തുകൊണ്ടാ ഭോപ്പാൽ ഇഷ്ടം? അതാരാ പറഞ്ഞു? ഐസർ പൂനെ മോശമൊന്നുമല്ലല്ലോ. പിന്നെന്താ? ഓ, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും, ദയവേദിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹോപ്സ് മാക്സിമം എന്ത് ചെയ്യുക. അപ്പോൾ ഐസർ പൂനെയിൽ എത്താനുള്ള സ്കോർ ഉറപ്പില്ലെങ്കിൽ ഇങ്ങനെ ഐസർ ഭോപ്പാലിൽ എത്തുന്നുള്ള ഉറപ്പ് അതെങ്ങനെ? അപ്പോൾ ബേസിക്കലി അങ്ങനെ ഒരു സീലിംഗ് നിങ്ങളിപ്പോൾ തന്നെ കീപ്പ് ചെയ്യരുത്. അതൊക്കെ സമയം കഴിയുന്നവരെ വിട്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ബേസിക്കലി ചിലർക്ക് ഐസർ ടി വി എം പോകാനായിരിക്കും ഇഷ്ടം. ഞാൻ പോയി കണ്ടിട്ടുണ്ട് ക്യാമ്പസ്, ഭയങ്കര ഭംഗിയുള്ള ക്യാമ്പസ്. ഓക്കെ, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ റിസർച്ച് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ ഐസറിൽ പോണത് ഫിസിക്സ് ഇഷ്ടമായിട്ടായിരിക്കും, ഓക്കെ, പക്ഷെ അവിടെ ചെന്നിട്ട് അവിടുത്തെ ബയോളജി കോഴ്സുകൾ കാണുമ്പോൾ ബയോളജി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ബയോളജി എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലായിരുന്നത്? ബയോളജിനെ പറ്റി അറിയില്ല. അപ്പോൾ മാക്സിമം ലൈക്ക് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ എല്ലാ കോളേജിൻ്റെയും വെബ്സൈറ്റിൽ വെറുതെ ഒന്ന് കയറി നോക്കുക, അവിടുത്തെ കാര്യങ്ങൾ, കോഴ്സസ്, ഫാക്കൽറ്റീസിനൊന്നും നോക്കണ്ട, എല്ലാവരും ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് റിസർച്ചിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയാലൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ലൈക്ക് ജസ്റ്റ് വെറുതെ എക്സ്പ്ലോർ ചെയ്യുക, കുറേലൊക്കെ കയറി വെറുതെ ഓരോ ആൻസേഴ്സ് വായിച്ച് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ്. അതൊക്കെ നിങ്ങൾക്ക് ലൈക്ക് ഒഴിവിട്ട് വെറുതെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ മാത്രം അപ്ലിക്കബിൾ അല്ല, ലൈഫിലെ എല്ലാ കാര്യത്തിലും എന്താണ്, എല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഒരു സാധനം ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സാധനം നമുക്ക് ഇൻഹെറൻ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഫിസിക്സ് ഭയങ്കര തിയററ്റിക്കൽ ഫിസിക്സ് ആയിരുന്നു ഇഷ്ടം. പക്ഷേ ന്യൂറോ സയൻസിക്ക് ചാടാനുള്ള റീസൺ ഒരൊറ്റ ബയോ കോഴ്സ്, സിസ്റ്റംസ് ബയോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒറ്റ കോഴ്സാണ് എനിക്ക് ന്യൂറോ സയൻസ് ഇഷ്ടമാവുള്ള റീസൺ. അതിൽ ന്യൂറോ സയൻസ് ഇല്ലായിരുന്നു, അതാണ് വിറ്റ്. അപ്പോൾ അത് ബേസിക്കലി ബയോളജിനെ ബേസിക്കലി ഒരു മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യുന്നൊരു, അതിൽ മാത്തമാറ്റിക്കലി ഇപ്പോൾ കുറച്ച് ഇക്വേഷൻസ് വെച്ച് മോഡൽ ചെയ്യുന്നു കുറേ പ്രോസസ്സസ്, അതിനെ പറ്റിയുള്ളൊരു കോഴ്സായിരുന്നു. ബേസിക്കലി എങ്ങനെ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിനെ എനിക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കുറച്ച് ഇക്വേഷൻസ് അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് റിയാക്ഷൻസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫിസിക്കൽ മോഡലായിട്ട്, ഫിസിക്സ് വെച്ചിട്ടൊരു മോഡൽ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കെമിസ്ട്രി വെച്ചിട്ടൊരു മോഡലായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പുള്ളിപ്പുല്ലിൻ്റെ മേത്തുള്ള ഡോട്ട്സ് കണ്ടിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഒരു ട്യൂറിങ്ങിൻ്റെ ഒരു പേപ്പറുണ്ട്, കുറച്ച് മുന്നുള്ള പേപ്പറാണ്. അതിൽ കുറച്ച് റിയാക്ഷൻ ഡിഫ്യൂഷൻ ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ മോഡൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും സിമുലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ബേസിക്കലി ലൈക്ക് എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ഇപ്പോൾ ഈ പുള്ളിപ്പുല്ലിൻ്റെ മേത്ത് ലൈക്ക് ബോഡിയിൽ ഡോട്ട്സ് ആണ്, പക്ഷെ വാലുമ്മേ റിങ്സാണ് വരുന്നത്. അപ്പോൾ അവിടെ ഏരിയ കുറയുന്നത് കൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ്റെ കോൺസിക്വൻസ് ആണ് അത് സ്ട്രൈപ്പ് ആവാനുള്ള റീസൺ അല്ലെങ്കിൽ റിങ്സ് ആവാനുള്ള റീസൺ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടേഷൻ ന്യൂറോ സയൻസ് എടുത്തത്. അത് ന്യൂറോ സയൻസ് അല്ല, പക്ഷേ ഓക്കെ. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഫിസിക്സ് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാളെ കൈയൊന്ന് വെച്ച്. ഓക്കെ, ഫിസിക്സ് ഇഷ്ടമാണല്ലോ പറഞ്ഞേ. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറഞ്ഞേ ഭയങ്കര ഇഷ്ടമുള്ള. അതെനിക്കൊന്നും അറിയില്ല. അപ്പോൾ വേറെ ആരെങ്കിലും, വേറെ ആരാ, ഏത് ടോപ്പിക്കാണ് ഇഷ്ടം? ക്വാണ്ടം മെക്കാനിക്സ്. അതെനിക്കൊന്നും അറിയില്ല കേട്ടോ, പക്ഷെ സ്റ്റിൽ ഓക്കെ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ്, ഓക്കെ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്തുകൊണ്ടാണ് ഇഷ്ടം? ഈ ബയോളജി ഒന്നും എക്സ്പ്ലോർ ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. പിന്നെ
ഓ ഓക്കെ. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് എക്സ്പ്ലോർ ചെയ്യാണ്ടെന്നുള്ളത് അത് ലൈക്ക് ബേസിക്കലി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് അത് ഇഷ്ടമാവാനുള്ള എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ അത് ഇഷ്ടമാവാനുള്ള, അതെന്താ? ആ ആ ഓക്കെ. അതെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ബേസിക്കലി സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്ട്രിങ് തിയറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഈ സംഭവമൊക്കെ മനസ്സിലാവാൻ മാത്സിൽ നല്ല ബേസിക് വേണം. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു കോഴ്സ് ഇപ്പം എനിക്ക് കോഴ്സ് വരുന്ന അടുത്ത സെമസ്റ്റർ, അതിന് മുന്നേ 2 കോഴ്സ് ഓൾറെഡി കഴിഞ്ഞു. അത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ ബേസിക്കലി പക്ക മാത്തമാറ്റിക്സ് ആണ്. ലൈക്ക് അപ്പുറത്തേക്കില്ല അപ്പുറത്തേക്കില്ല, പക്ക മാത്തമാറ്റിക്സ്, പ്യുവർ മാത്തമാറ്റിക്സാണ്. അപ്പോൾ ലൈക്ക് മാത്തമാറ്റിക്സിൽ നല്ലോണം ബേസ് ഉണ്ടെങ്കിൽ ഫിസിക്സിൽ ഇങ്ങനത്തെ തിയററ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ലൈക്ക് ഫ്രീ ആയിട്ട് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കട്ടോ. ഒരു ടോപ്പിക് പഠിച്ച് ഉം. ക്വസ്റ്റ്യൻ വന്നു, കറക്റ്റ് എനിക്കറിയാം, ഉം. ഓപ്ഷൻ നോക്കി 2 ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാക്കി 2 ഓപ്ഷനിൽ ഏതാ കറക്റ്റ് എന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ? അത് ആക്ച്വലി ഓഡ്സ് വെച്ച് നോക്കുമ്പോൾ നോർമലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താ എനിക്ക് പ്രോബബിലിറ്റി എന്താ ശരിയാവാള്, ഞാൻ റാൻഡം ആയിട്ട് പിക്ക് ചെയ്താ. പക്ഷെ ഇപ്പോൾ എന്താ പ്രോബബിലിറ്റി? 1/2. നല്ലതല്ലേ? ഞാൻ അധികം ചെയ്യുന്നത് റോങ് ആയിരിക്കും. ഓപ്പോസിറ്റ് അതെനിക്കറിയില്ല. നീ 2 റാൻഡം ആയിട്ട് പിക്ക് ചെയ്താൽ പകുതി ശരിയാവേണ്ടതാണ്. അപ്പോൾ നീ റാൻഡം ആയിട്ട് പിക്ക് ചെയ്താൽ പകുതി ശരിയാവും. 2 കറക്റ്റ് ക്യാൻസൽ ചെയ്യും, ആ ബാക്കി 2 ഇത് ഞാൻ ഇതിലേതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിരിക്കും, എനിക്ക് നല്ല ഷുവർ ആയിരിക്കും. ഉം. പക്ഷേ അത് ഞാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് റോങ് ആയി പോകും. മാറ്റി അതെനിക്കറിയില്ല. പക്ഷെ ടാക്ടിക്കലി നോക്കുമ്പോൾ 2 നിനക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റേ 2 റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ലൈക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു ഗസ് എടുക്കാം. അപ്പോൾ അത് ഇപ്പോൾ ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ ശരിയായ എത്ര മാർക്കാ, തെറ്റായാൽ? അപ്പോൾ 4 ഞാൻ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി 4 തെറ്റാക്കി അവിടെ 0 അല്ലേ? അല്ലേ? അപ്പോൾ ഇതിൽ ഇപ്പോൾ 4 ഞാൻ തെറ്റാക്കിയാലേ അവിടെ 0 ആവുള്ളൂ മാർക്ക്. പക്ഷെ അതിൽ പകുതി ശരിയാണെങ്കിൽ എനിക്ക് എങ്ങനെയായാലും പോസിറ്റീവ് മാർക്കാണ് വരിക. അപ്പോൾ അപ്പാരൻ്റ് ഒരു ലോജിക്കൽ ഡിസിഷൻ അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ നിങ്ങൾ അപ്പോൾ ഉള്ള ജഡ്ജ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് മാത്രം ചെയ്താൽ മതി, നിങ്ങൾ എക്സാമിൻ്റെ സമയത്തുള്ള ജഡ്ജ്മെൻറ്റ്. ഓക്കെ ഓക്കെ. മാക്സിമം പഠിച്ചിട്ട് എക്സാം എഴുതാൻ നോക്കുക, കറക്കി കുത്താൻ പോകരുത്. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ഇത് ലൈക്ക് നല്ലൊരു പരിപാടിയാണ്. ഇത് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അതിൽ 3 ഓപ്ഷനും ആവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതെനിക്ക് കൺസെപ്റ്റ് അങ്ങനെ അറിയണം, ഞാൻ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല. 3 അയക്കാൻ ചാൻസ് കുറവാണ്. അപ്പൊ ഞാൻ അത് അറ്റൻഡ് ചെയ്യേണ്ടതാണോ ചെയ്യാണ്ടിരിക്കുന്നതാണോ നല്ലത്? അതെനിക്കറിയാ, നീയല്ലേ ഡിസിഷൻ എടുക്കാം, നീയല്ലേ എക്സാം. മാർക്ക് വൈസ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു ക്വസ്റ്റ്യൻ ശരിയായി 4 തെറ്റായ 0 അവിടെ എഫക്റ്റ്. അപ്പോൾ മനസ്സിലായോ? അപ്പം നിനക്ക് ഒരു ഓപ്ഷൻ ശരിയാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ചൂസ് ചെയ്തോ, അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യാതിരുന്നോ. അത് നിന്റെ ജഡ്ജ്മെൻ്റ് ആണ് എക്സാമിൻ്റെ സമയത്തല്ല. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഈ അനാലിസിസ് എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ലൈക്ക് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ലൈക്ക് നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവും ആൻസർ ഏതാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ പറയാം 2 എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഇതിനെ പറ്റി വേണ്ട. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദ്യം പഠിച്ച് എങ്ങനെ റിവൈസ് ചെയ്യണമെന്നോ? അത് വീണ്ടും വായിച്ചു നോക്കണം. എങ്ങനെ? ഓക്കെ, ഇപ്പോൾ എനിക്ക് പേഴ്സണലി നോട്ട്സ് ഞാൻ എഴുതുമായിരുന്നു. ഓക്കെ, പക്ഷെ ഞാൻ വായിക്കാറില്ലായിരുന്നു. ഓക്കെ,
ഞാൻ ടെക്സ്റ്റ് തന്നെ എടുക്കും, പിന്നെ അത് വായിക്കും, പിന്നെ നോട്ട് എഴുതും. പക്ഷെ അത് വായിക്കൂല, നോട്ട് വായിക്കൂല. കുറേ നോട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒന്നും വായിക്കാറില്ല. എനിക്ക് നോട്ട് വായിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമായോണ്ടായിരിക്കാം എനിക്ക് പിന്നെ വായിച്ചാൽ മനസ്സിലാവാറില്ല. അപ്പോൾ അതൊരു വേറെ കാര്യം. അപ്പോൾ ഇതിനൊരു റൈറ്റ് ഓർ റോങ് വേ ഇല്ല. ആസ് ലോങ് ആസ് യു ഗെറ്റ് ദ റിസൾട്ട്സ്. നിനക്ക് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം എന്ത് ചെയ്യാം, നീ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ലൈക്ക് നിനക്ക് പറ്റുന്നത്ര മെത്തേഡ്സ് ട്രൈ ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, നിനക്ക് പറ്റുന്നൊരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യാം. ഇപ്പം നീ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ ആക്ച്വലി, എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി റിവൈസ് ചെയ്യാനുള്ള ഏറ്റവും ഈസി മെത്തേഡ്, ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം ഞാൻ പറയാം. സപ്പോസ് ഞാനിപ്പോൾ ഒരു ചാപ്റ്റർ കൂളംസ് ലോ എടുത്തു, അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ 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 കൂളംസ് ലോ എടുത്തു. അപ്പം കൂളംസ് ലോനെ ബേസ് ചെയ്തിട്ടില്ല ആ ചാപ്റ്ററിലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ. അപ്പോൾ ഈ ഒറ്റ കൂളംസ് ലോ കയ്യിലുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എനിക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റണം, ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തണം. ഡെറൈവ് ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ ബേസിക്കലി എനിക്ക് മറ്റൊരു കേസ് നോക്കിയിട്ട് ഡെറൈവ് ചെയ്യാൻ പറ്റണം, ജസ്റ്റ് നോക്കിയിട്ട് എനിക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പം നിങ്ങൾ എക്സാമിന് പെട്ടെന്ന് ഫോർമുല മറന്നുപോയി, പക്ഷെ നിങ്ങൾക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റണം. അതാണ് നിങ്ങൾ എത്തേണ്ട ഒരു സ്റ്റേറ്റ്. ഓക്കെ, പിന്നെ എനിക്ക് പൊതുവെ പാടാം. ആ ഈ കോൺസെപ്റ്റ് പൊതുവെ പാടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ചെയ്യാൻ പറ്റാറില്ല. കോൺസെപ്റ്റ് മനസ്സിലാവാറുണ്ട്, ഉം. സംഭവം അറിയാം, ക്വസ്റ്റ്യനിലോട്ട് അത് അപ്ലൈ ചെയ്ത സൊല്യൂഷൻ കിട്ടാറില്ല. ഒരു എക്സാമ്പിൾ പറയോ? അപ്പൊ ഒരു ടോപ്പിക് പഠിച്ചത് ഇപ്പൊ ഇന്ന് മോഷൻ പ്ലെയിനാ പഠിച്ചത്. അപ്പൊ ആ സംഭവം വെക്ടർ അഡിഷൻ എന്താ, സബ്ട്രാക്ഷൻ എന്താ, അതെല്ലാം എനിക്കറിയാം. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ അതിലെന്താ ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു സ്റ്റാർട്ടിങ് കിട്ടത്തില്ല. സ്റ്റാർട്ടിങ് എക്സാമ്പിൾ വേണം. ഇപ്പൊ പ്രൊജക്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്ന ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താ ഒരു അവന്റെ മോളിൽ നിന്ന് വീഴുന്ന സംഭവം. ഉം. അവിടെ എന്താ ചെയ്യേണ്ടത് എനിക്ക് കിട്ടത്തില്ല. ആ സ്റ്റാർട്ടിങ് കിട്ടിയ ബാക്കി ചെയ്യാൻ അറിയാം. അതിപ്പോ ഒരു ഫിഗർ സ്റ്റാർട്ടിങ് എന്തായിരുന്നു ഇപ്പോൾ അറിയോ? അറിയില്ല. ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരുമല്ലോ പല ഉം. ക്വസ്റ്റ്യൻസ്. ചിലതൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഫിഗർ എടുത്താൽ മാത്രമല്ലേ അതിന് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഫിഗർ എങ്ങനെ വരയ്ക്കണമെന്ന് കിട്ടത്തില്ല. ഓക്കെ, അതിലുള്ള ഒറ്റ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ചെയ്യാന്നുള്ള. ഓക്കെ, ആ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പം നിനക്കൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കുറേ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ അതൊരു വീക്ക്നെസ് ആണെന്ന് മനസ്സിലായില്ലേ, ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടാത്തത്, ഫിഗർ വരച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടെത്തി ചെയ്യാം. ഓക്കെ, അത്ര എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പക്ഷെ ആ സ്പെസിഫിക് ക്വസ്റ്റ്യൻ കണ്ടാലേ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, ലൈക്ക് പറഞ്ഞു തരാൻ എന്താ കിട്ടാത്തത്. അപ്പോൾ അതന്നെ സൊല്യൂഷൻ. ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ മാക്സിമം കുറേ കണ്ടുപിടിച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി വേറെ എന്താ ഉള്ളത്? നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്കതറിയില്ല ശരിക്കും ചെയ്യാനായിട്ട്. ഉം. പക്ഷെ എന്തൊക്കെയോ ചെയ്ത് വരുമ്പോ ഓപ്ഷനിലുള്ളൊരു ഉത്തരം ഇത് ഞാനൊന്നും പറയുന്നില്ല. അത് നിങ്ങൾക്ക് എന്താ ചെയ്തതെന്ന് അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വാലിഡ് അല്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി ആ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ശരിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഇടുമ്പോൾ ബേസിക്കലി ലൈക്ക് കുറേ ബേസിൽ ചെയ്തിട്ട് വരാനുള്ള ഓപ്ഷൻസ് നമ്മൾ ഇടും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർ. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റായിക്കണമെങ്കിൽ ആ ഓപ്ഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ലൈക്ക് മാക്സിമം നിങ്ങൾക്ക് ഇനി ഗസ് വർക്ക് ചെയ്യാൻ ലൈക്ക് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലൈക്ക് ഭയങ്കര ലാസ്റ്റ് റിസോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ ചെയ്യരുത്. ഇനി എന്താ ചോദിക്കാനുള്ളത്? എന്തും ചോദിക്കട്ടോ. ആ അങ്ങനല്ല, ആ ക്വസ്റ്റ്യൻസ് വെറുതെ ഒന്ന് റീ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൊടുത്താൽ മതി. കാരണം എങ്ങനെയല്ല ആ ക്വസ്റ്റ്യൻസ് വീണ്ടും കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പിൻ പോയിന്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻസ് എനിക്ക് ഓൾറെഡി അറിയുന്നതായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, എക്സാമിൻ്റെ സമയത്ത് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു ഫെയിലറാണ് ഇപ്പോൾ എനിക്കത് കിട്ടാനുള്ള റീസൺ.
അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൺസെപ്റ്റ് അറിയാം. ഇപ്പം ഈ പറഞ്ഞ സംഭവമില്ലേ, അത് ഈ റീ അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ തിയറി നോക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യുക. പിന്നെ ഇതൊന്നും ഭയങ്കര വലിയ കാര്യമാക്കിയിട്ട് എടുക്കണം കേട്ടോ. എക്സാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും തറവായിട്ടാണ് ചെയ്യുക, അത്രേ ഉള്ളൂ. ലൈക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ ചെയ്യണമല്ല. ഇപ്പം ഈ ക്ലാസിഫൈ ചെയ്യുന്ന കാര്യമൊക്കെ അതൊക്കെ നിങ്ങളെ കയ്യിലാണ്. ഓക്കെ, അത് ചെയ്യണോ ചെയ്യണ്ടേ? ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഞാൻ എറർ ലോഗ് കീപ്പ് ചെയ്തിട്ടില്ല. ലൈക്ക് ബേസിക്കലി ഇതൊന്നും എഴുതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അനാലിസിസ് എന്ന് പറഞ്ഞ പരിപാടി എക്സാം കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ അറ്റിരിപ്പ, അതിൽ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഞാൻ എണീക്കുള്ളൂ. അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളെ കയ്യിലാണ്. നിങ്ങൾക്ക് എന്താ ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അത് ചൂസ് ചെയ്യാം. പക്ഷേ ഈ അനാലിസിസ് എന്ന് പറഞ്ഞ പരിപാടി വിടരുത്. ഇപ്പോൾ ഞാൻ നല്ലോണം ഇൻഡ്യൂഷൻ റിലേ ചെയ്യുന്ന ഇൻഡ്യൂഷൻ ഭയങ്കരമായിട്ട് റിലേ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ എഴുതിയിട്ടൊന്നും സെൻസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ആ ഒരു എക്സാം എഴുതി അനലൈസ് ചെയ്യുക, അങ്ങനെ കുറേ തവണ ചെയ്യുമ്പോൾ എനിക്ക് ആ പാറ്റേൺ ഒന്ന് ഇൻറ്റേർണലൈസ് ആവും. അങ്ങനെയാണ് എനിക്ക് വർക്ക് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അപ്പോൾ എന്നെ സഹിച്ച് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. താങ്ക്സ്.